Hello friends, welcome back to CMA Malayalam. നമ്മൾ ഈ ഒരു വീഡിയോയിൽ CMA ഇന്റർ സെക്കൻഡ് ഗ്രൂപ്പിലെ കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിലെ മിസ്ലേനിയസ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് മിസ്ലേനിയസ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ലാസ്റ്റത്തെ ലോട്ടിൽ വരുന്നതാണ്. മിക്കവാറും ലാസ്റ്റത്തെ ലോട്ടിനകത്തുള്ള സബ് ക്വസ്റ്റ്യൻ 4 മിസ്ലേനിയസ് ഓഡിറ്റിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ 2 മിസ്ലേനിയസ് ഓഡിറ്റിൽ നിന്ന് വരുമോ, ബാക്കി 2 മറ്റു പോർഷൻസിൽ തിയറീസിൽ നിന്ന് വരാനാണ് സാധ്യത. അതുകൊണ്ട് ഈ ഒരു ലോട്ട് പരമാവധി സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് തന്നെയാണെങ്കിലും എഴുതാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഡിഗ്രി തൊട്ട് നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്രത്തോളം ടഫ്നെസ് ഉണ്ടാവില്ല. സോ ഇത് നന്നായി പഠിക്കുക. ഈ ഒരു ലോട്ട് നിങ്ങൾ പരമാവധി സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ മിസ്ലേനിയസ് ഓഡിറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ ബ്രാഞ്ച് ഓഡിറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ബ്രാഞ്ച് ഓഡിറ്റ് അറിയാലോ, നമുക്കൊരു ഹെഡ് ഓഫീസ് ഉണ്ടാവും. ഹെഡ് ഓഫീസിന് പല ബ്രാഞ്ചസ് പല സ്റ്റേറ്റിലായിട്ട്, ചിലപ്പോൾ പല സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ തന്നെ പല സ്ഥലങ്ങളിലോ ആയിട്ടുണ്ടാവാം. അപ്പോൾ അവിടുത്തെ ഓഡിറ്റ് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്, ആരാണ് അതിന് ലയബിൾ ആവുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഓഡിറ്റ് ഓഫ് ബ്രാഞ്ച് ഓഫീസ് ബൈ കമ്പനീസ് ഓഡിറ്റർ ഓർ ബ്രാഞ്ച് ഓഡിറ്റർ. അതായത് ബ്രാഞ്ച് ഓഫീസ് ഒന്നെങ്കിൽ കമ്പനിയുടെ ഹെഡ് ഓഫീസ് ഓഡിറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് തന്നെ പോയി ഓഡിറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ആ ബ്രാഞ്ചിനെ മാത്രം ഓഡിറ്റ് ചെയ്യാനായിട്ട് ഒരു ബ്രാഞ്ച് ഓഡിറ്ററിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹം എന്താ പറയുക, പ്രോസസ് ചെയ്യേണ്ട ക്വാളിഫിക്കേഷൻസ് ഒക്കെ സെയിം ആണ്. അതായത് ഒരു നോർമൽ ഓഡിറ്റർ എത്രത്തോളം ക്വാളിഫിക്കേഷൻ ഹെൽഡ് ചെയ്യണോ, അതായത് ഒരു CEO, CMA, CS അവർക്കാണ് ഓഡിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അവർ തന്നെയാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ്. അവർക്ക് തന്നെയാണ് ബ്രാഞ്ച് ഓഡിറ്ററായിട്ടും ആക്ട് ചെയ്യാൻ സാധിക്കുക. പക്ഷേ കമ്പനീസ് ഓഡിറ്ററിന്, അതായത് ഹെഡ് ഓഫീസിൻ്റെ ഓഡിറ്ററിന് മാത്രം ഹെഡ് ഓഫീസ് ഓഡിറ്റ് ചെയ്യാം, ബ്രാഞ്ച് ഓഡിറ്റ് നടത്താം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വലിയൊരു ബ്രാഞ്ചാണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ചിന് നമ്മൾ സെപ്പറേറ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. ഓക്കെ. Where a company has a branch office, the accounts of that office shall be audited either by the company's auditor or by any other person qualified for appointment as an auditor of the company under the Act 2013. Such branch auditor shall be appointed as such under Section 139 of the Companies Act. ഓക്കെ, നമ്മൾ സെക്ഷൻ 139 നമ്മൾ പഠിച്ചിരുന്നു. അപ്പോയിൻമെന്റ് ഓഫ് ഓഡിറ്റർ എന്നും പറഞ്ഞ് ഓഡിറ്റിങ്ങിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ്. സോ ഓഡിറ്ററിനെ ആ ഒരു ക്വാളിഫിക്കേഷനൊക്കെ പറയുന്നുണ്ട്. അതിന് നമ്മളൊരു റൂൾ 3, റൂൾ 4, റൂൾ 5, റൂൾ 6 ഒക്കെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മാനറിൽ തന്നെയായിരിക്കണം നമ്മൾ ബ്രാഞ്ച് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അതായത് നോർമൽ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്ന പോലെ തന്നെയായിരിക്കണം നമ്മൾ ബ്രാഞ്ച് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി ഓഡിറ്റ് ഓഫ് ബ്രാഞ്ച് ഓഫീസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് നമ്മുടെ ബ്രാഞ്ച് ഓഫീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഓഡിറ്റിങ്ങും കാര്യങ്ങളും ആരാ നോക്കുന്നതെന്ന് നോക്കാം. അത് ബ്രാഞ്ച് ഓഫീസ് ഷാൽ ബി ഓഡിറ്റഡ് ഐദർ ബൈ ദി കമ്പനീസ് ഓഡിറ്റർ ഓർ ബൈ ആൻ അക്കൗണ്ടന്റ് ഓർ ബൈ എനി അതർ പേഴ്സൺ ഡ്യൂലി ക്വാളിഫൈഡ് ടു ആക്ട് ആസ് ആൻ ഓഡിറ്റർ ഓഫ് ദി കമ്പനി ഓഫ് ദ ബ്രാഞ്ച് ഓഫീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോസ് ഓഫ് ദാറ്റ് കൺട്രി. അതായത് ഇപ്പോൾ ഗൾഫിലാണ് നമ്മുടെ മറ്റൊരു ബ്രാഞ്ച് ഓഫീസ് എന്ന് കഴിക്കുക. അപ്പോൾ ആ ബ്രാഞ്ച് ഓഫീസിൻ്റെ ഓഡിറ്റിംഗ് നടത്തുന്നത് ഒന്നുകിൽ കമ്പനി ഓഡിറ്ററിന് ചെയ്ത് ഓഡിറ്റ് നടത്താം, അല്ലെങ്കിൽ അവിടുത്തെ ലോ പ്രകാരം ഏതെങ്കിലും അക്കൗണ്ടന്റിനെയോ അല്ലെങ്കിൽ മറ്റു ക്വാളിഫൈ ആയിട്ടുള്ള വ്യക്തി, ആ ലോയിൽ എന്ത് പറയുന്നോ ആ ക്വാളിഫിക്കേഷൻ പൊസസ് ചെയ്തിട്ടുള്ള വ്യക്തിക്ക് അവിടുത്തെ ബ്രാഞ്ച് ഓഡിറ്റ് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് നമ്മുടെ ബ്രാഞ്ച് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ഇനി ബ്രാഞ്ച് ഓഡിറ്റ് നടത്തി കഴിയുമ്പോൾ ബ്രാഞ്ച് ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് നമ്മൾ കമ്പനീസ് ഓഡിറ്ററിനെ അറിയിക്കണം. പിന്നെ വരുന്നത് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് കമ്പനീസ് ഓഡിറ്റർ ഇൻ അക്കോർഡൻസ് വിത്ത് ബ്രാഞ്ച് ഓഡിറ്റ്. അതായത് ബ്രാഞ്ച് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കമ്പനീസ് ഓഡിറ്ററിന് എന്തൊക്കെ ഡ്യൂട്ടീസും പവേഴ്സും ഉള്ളതെന്ന് നോക്കാം. ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് കമ്പനീസ് ഓഡിറ്റർ വിത്ത് റെഫറൻസ് ടു ബ്രാഞ്ച് ആൻഡ് ബ്രാഞ്ച് ഓഡിറ്റർ ഷാൽ ബി ആസ് കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ 143 ടു സെക്ഷൻ 143 സബ്സെക്ഷൻ 1 ടു സെക്ഷൻ 143 സബ്സെക്ഷൻ 4. അതായത് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിൽ വരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് കമ്പനീസ് ഓഡിറ്ററിന് ബ്രാഞ്ച് ഓഡിറ്ററിന് കമ്പനീസ് ഓഡിറ്ററിനോടുള്ള പവേഴ്സും ഡ്യൂട്ടീസും എല്ലാം അത് സെയിം ആണ്. ഓക്കെ. ഇനി ബ്രാഞ്ച് ഓഡിറ്ററിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും കമ്പനീസ് ഓഡിറ്റർ ആയിരിക്കും സംടൈംസ് ലയബിൾ ആവുന്ന വ്യക്തി. പിന്നെ എന്തെങ്കിലും ഫ്രോഡെല്ലാം ബ്രാഞ്ച് ഓഡിറ്റിൽ നമ്മൾ ബ്രാഞ്ച് ഓഡിറ്റർ ഡിറ്റക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കമ്പനീസ് ഓഡിറ്ററിനെ റിപ്പോർട്ട് ചെയ്യണം. അത്രയാണ് നമ്മൾ ബ്രാഞ്ച് ഓഡിറ്റിനെ കുറിച്ച് പഠിക്കുന്നത്. ബ്രാഞ്ച് ഓഡിറ്റ് എളുപ്പമാണ്, കാരണം നമ്മുടെ ഇന്ത്യയിലുള്ളൊരു ബ്രാഞ്ചാണ്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായിട്ടാണ് നമ്മുടെ ബ്രാഞ്ച് എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമ്പനീസ് ഓഡിറ്ററിനെ നേരിട്ട് അവിടെ പോയി ഓഡിറ്റ് നടത്താം, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യാം. ആ ബ്രാഞ്ച് ഓഡിറ്റർ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഓഡിറ്റ് കഴിഞ്ഞതിന് ശേഷം കമ്പനീസ് ഓഡിറ്ററിനെ റിപ്പോർട്ട് ചെയ്യണം. ഇൻ കേസ് നമ്മുടെ ബ്രാഞ്ച് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ
ഔട്ട്സൈഡ് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലോ പ്രകാരം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടന്റിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിക്കോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനീസ് ഓഡിറ്ററിന് തന്നെ ഔട്ട്സൈഡ് ഇന്ത്യയിലെ ഓഡിറ്റ് നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയാണ് ബ്രാഞ്ച് ഓഡിറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് ജോയിന്റ് ഓഡിറ്റിനെ കുറിച്ച് പഠിക്കാം. ജോയിന്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയ കൺസേൺ ആണ്. ഒരു വലിയൊരു കമ്പനിയാണെന്ന് വെക്കുക. വലിയൊരു കമ്പനിക്ക് ഒരു ഓഡിറ്ററിനെ കൊണ്ട് മാത്രം എല്ലാ ഓഡിറ്റും കൂടെ കൃത്യസമയത്ത് നമുക്കത് സബ്മിഷൻ നടത്താൻ പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ ഒന്നോ അതിലധികമോ ഓഡിറ്റേഴ്സിനെയോ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ഫേമിനെയോ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ജോയിന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. In big corporate, more than one person or firm of chartered accountants are appointed as a joint auditor for conducting the audit of the company. കമ്പനിയുടെ ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഒന്നോ അതിലധികമോ ചാർട്ടേഡ് അക്കൗണ്ട്സിനെയോ അല്ലെങ്കിൽ അവരുടെ ഫേം ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സിനെയോ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമിൽ കംപ്ലീഷൻ നടത്താൻ വേണ്ടിയിട്ടും, അത് മാത്രമല്ല ഇപ്പോൾ ഒരു ഓഡിറ്റിംഗ് ഫേമും കുറച്ച് വ്യക്തികൾ മാത്രമാണ് നമ്മുടെ ഓഡിറ്റിംഗ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം ലാഗ് വരും. അത് മാത്രമല്ല നമുക്ക് അത്ര കറക്റ്റ്നെസ് ആയിട്ടുള്ളൊരു ഓഡിറ്റ് റിപ്പോർട്ടാണ് അത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ടൈംലി കംപ്ലീഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നോ അതിലധികമോ ഓഡിറ്റിംഗ് ഫേംസിനെ നമ്മൾ ഈ ഒരു ഓഡിറ്റ് നടത്താൻ വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്നത്. സോ ജോയിന്റ് ഓഡിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലോവർ വർക്ക് ലോഡ്, അത് നമുക്കറിയാം. ഇപ്പോൾ ഒരു ഓഡിറ്റിംഗ് ഫേമാണ് ഈ ഒരു ബിഗ് കൺസേണിനെ ഓഡിറ്റ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും വർക്ക് ലോഡ് കൂടുതലായിരിക്കും. അതുകൊണ്ട് അവർ ചെയ്യുന്ന വർക്കിന് അത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ ജോയിന്റ് ഓഡിറ്റ് ആണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ വർക്കൊക്കെ ഓരോരുത്തർക്കും പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുമായിരിക്കും. സോ വർക്ക് ലോഡ് കുറവായിരിക്കും. ദെൻ ടൈംലി കംപ്ലീഷൻ ഓഫ് വർക്ക്, നമുക്ക് കൃത്യസമയത്ത് ഇപ്പോൾ 3 മാസം കൊണ്ട് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സിംഗിൾ ഓഡിറ്റിംഗ് ഫേമിനെയാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്തേക്കണമെങ്കിൽ അത് പോസിബിൾ ആയെന്ന് വരില്ല. പക്ഷെ നമ്മൾ ജോയിന്റ് ഓഡിറ്റ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അതവിടെ ടൈംലി കംപ്ലീഷൻ പോസിബിൾ ആയിരിക്കും. ദെൻ ഷെയറിംഗ് ഓഫ് എക്സ്പെർട്ടൈസ്, ഇപ്പോൾ ഒരു ഓഡിറ്റിംഗ് ഫേമിൽ ഓഡിറ്റേഴ്സിനുള്ള കഴിവായിരിക്കില്ല അടുത്ത ഓഡിറ്റിംഗ് ഫേമിലുള്ള ഓഡിറ്റേഴ്സിന് ഉണ്ടാവുക. സോ അവർ തമ്മിലുള്ള ആ ഒരു എക്സ്പീരിയൻസും അവരുടെ ആ ഒരു എക്സ്പെർട്ടൈസും എല്ലാം നമുക്ക് നമ്മുടെ കമ്പനിക്ക് ബെനിഫിറ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് സർവീസസ്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന് അത്രത്തോളം ക്വാളിറ്റി ഉണ്ടായിരിക്കും. കാരണം ഇപ്പോൾ 2 ഓഡിറ്റിംഗ് ഫേം ഉണ്ടെന്ന് വെക്കുക, അതിൽ മറ്റ് ഓഡിറ്റ് ഫേമിനെ കമ്പയർ ചെയ്ത് നമ്മുടെ ഓഡിറ്റ് ഫേം നന്നായി വർക്ക് ചെയ്യണമെന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം നെക്സ്റ്റ് ടൈമും അവർ നമ്മളെ തന്നെ ഓഡിറ്റേഴ്സായി വിളിക്കണം എന്നൊരു നമ്മുടെ ഉള്ളിൽ ആ ഒരു മോട്ടോ ഉള്ളത് കൊണ്ട് നമ്മുടെ സർവീസസിനും അത്രത്തോളം ക്വാളിറ്റി നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. ദെൻ ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കും അവർ തമ്മിൽ. ദെൻ ക്വാളിറ്റി ഓഫ് പെർഫോമൻസ്, അവർ തമ്മിലുള്ള പെർഫോമൻസും 2 കൂട്ടർക്കും ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് ഈ ഓഡിറ്റ് നടത്തുന്നത്. അതുകൊണ്ട് അവരുടെ പെർഫോമൻസും അത്രത്തോളം ക്വാളിറ്റി ഉള്ളതായിരിക്കും. ഇനി ഈ ജോയിന്റ് ഓഡിറ്റിന് വരുന്ന ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്പീരിയറിറ്റി കോംപ്ലക്സ് ഓഫ് സം ഓഡിറ്റേഴ്സ്, അതായത് ചില ഓഡിറ്റേഴ്സ് ഇപ്പോൾ 2 ഓഡിറ്റിംഗ് ഫേമിലെ 2 ഓഡിറ്റേഴ്സിന് എടുക്കാം. അതിനകത്ത് ഒരാളെ വെച്ച് മറ്റേ ആൾക്ക് എക്സ്പീരിയൻസ് കൂടുതലുണ്ട്, അല്ലെങ്കിൽ അവരെക്കാളും പൊസിഷൻ കൂടുതൽ ഇവർക്കാണ്. ഈ ഒരു ഓഡിറ്റിംഗ് ഫേം അത്യാവശ്യം ഭയങ്കര ഫേമസ് ആണ്. അങ്ങനെ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു സുപ്പീരിയറിറ്റി കോംപ്ലക്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വിഷയം നമുക്ക് അവിടെ വരാം. ദെൻ കോസ്റ്റ്ലി ഫോർ സ്മോൾ എൻറ്റിറ്റി, ഒരിക്കലും ജോയിന്റ് ഓഡിറ്റ് ഒന്നും നമ്മുടെ സ്മോൾ എൻറ്റിറ്റിക്കൊന്നും അഫോർഡബിൾ ആയിരിക്കില്ല. അത് മെയിൻലി ലാർജ് കൺസേൺസിനായിരിക്കും സ്യൂട്ട് ആവുക. ലാക്ക് ഓഫ് കോർഡിനേഷൻ ഇൻ വർക്ക്, ഇനി അതായത് 2 ഓഡിറ്റിംഗ് ഫേം തമ്മിലൊരു കോർഡിനേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൈംലി കംപ്ലീഷനൊക്കെ ഭയങ്കര പോസിബിൾ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അൺസർട്ടനിറ്റി അബൌട്ട് ലയബിലിറ്റി ഓഫ് വർക്ക്, അതായത് നമ്മളിപ്പോൾ ഒരു 2 ഓഡിറ്റിംഗ് ഫേംസിനെ ഓഡിറ്റ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു. ഇതിനകത്ത് എന്തെങ്കിലും അൺസർട്ടനിറ്റി റൈസ് ചെയ്തു ഓഡിറ്റ് നടത്തുന്നതിൻ്റെ ഇടയ്ക്ക്. പക്ഷേ ഈ അൺസർട്ടനിറ്റിയുടെ ലയബിലിറ്റി ഏത് ഓഡിറ്റിംഗ് ഫേം അല്ലെങ്കിൽ ഏത് ഓഡിറ്റിംഗ് ഫേമിൽ ഓഡിറ്റർ ഏറ്റെടുക്കും എന്നുള്ളതിനകത്ത് ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവും. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, അതായത് പേഴ്സണൽ ബയാസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യക്തിപരമായിട്ട് അവർക്ക് ഉണ്ടാവാം. പിന്നെ വരുന്നത് ഡിഫിക്കൽട്ടി ഇൻ ഫിക്സേഷൻ ഓഫ് വർക്ക് എമംഗ് അതേഴ്സ്, അതായത് വർക്ക് ഡിവിഷൻ എത്രത്തോളം പോസിബിൾ ആയി എന്ന് വരില്ല. ഓക്കെ, ഇപ്പോൾ ഏത് ഏരിയയാണ് ഒരു ഓഡിറ്റിംഗ് ഫേം ചൂസ് ചെയ്യുന്നത്, ഏത് ഏരിയയാണ് മറ്റേ ഓഡിറ്റിംഗ് ഫേം ചൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു ഒരു ഡിഫറൻസ് ഉണ്ടാവും. അവർ തമ്മിൽ അത് ഏറ്റെടുക്കാൻ ചിലപ്പോൾ തയ്യാറാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന വർക്കും അത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് വർക്ക് ഡിവിഷൻ ജോയിന്റ് ഓഡിറ്റിൽ പോസിബിൾ അല്ല. ഇതാണ് മെയിനായിട്ട് ജോയിന്റ് ഓഡിറ്റിൽ വരുന്ന ഡിസഡ്വാൻറ്റേജസ്. പിന്നെ
SA 299 എന്ന് പറഞ്ഞ് ഇഷ്യൂഡ് ബൈ ദി കോസ്റ്റ് ഓഫ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് ജോയിന്റ് ഓഡിറ്റർ ആണ്. അപ്പോൾ SA 299 എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് ജോയിന്റ് ഓഡിറ്റേഴ്സ് ആണ്. അത് മറന്നു പോകരുത്. വൺ വേർഡൊക്കെ ആയിട്ട് നമ്മളോട് ചോദിക്കാം. ഇനി നമുക്ക് ഓഡിറ്റ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് പഠിക്കാം. ഓഡിറ്റ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ബൈ ദി കമ്പനി. കമ്പനി ഷെയർസ് അലോട്ട് ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങളായിട്ട് മനസ്സിലാവുന്ന ആ ഒരു രീതിക്ക് നമുക്ക് പറയാം. ഫസ്റ്റ്, ഹൗ ടു ചെക്ക് ദി അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ സെക്യൂരിറ്റി അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റി നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റ്, to determine how many shares are agreed to be issued and for what value and the nature and other details of the consideration. അതായത് നമ്മൾ എത്രത്തോളം ഷെയർസ് ആണ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് നോക്കുക. അതിന് എത്രത്തോളം വാല്യൂ, അതായത് എത്ര രൂപയാണ് നമുക്ക് ആവശ്യമുള്ളത്, ആ എത്ര രൂപ ആവശ്യമുണ്ടോ അതിൻ്റെ ആ ഒരു ഡിനോമിനേഷനിലേക്കായിരിക്കണം നമ്മൾ ഓരോ ഷെയർസും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഏത് നേച്ചറാണ്, ഇപ്പം ഇക്വിറ്റി ഷെയർ ആയിട്ടാണോ പ്രിഫറൻസ് ഷെയർസ് ആയിട്ടാണോ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, പിന്നെ കൺസിഡറേഷൻ ഏതൊക്കെ രീതിയിലായിരിക്കണം നമ്മൾ റിസീവ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ചിലരത് ക്യാഷ് ആയിട്ട് തന്നെ റിസീവ് ചെയ്യും, ചിലർ ചെക്കായിട്ട് റിസീവ് ചെയ്യും. അങ്ങനെ ഏതാണ് നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുന്നത്. ഇനി നമ്മൾ മറ്റൊരാളുടെ ഫേം പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കുന്ന പർച്ചേസ് കൺസിഡറേഷൻ ആണെങ്കിലും അതും നമ്മൾ ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. Then നമ്മൾ വരുന്നത് examination of the prospectus to see the substances of the contract and the relevant terms of the issue including the mode of payment of the purchase consideration in case of an issue to a vendor of the business or payability of commission to the underwriters or payability of the preliminary expense. നമ്മുടെ കമ്പനിയുടെ പ്രോസ്പെക്ടസ് നന്നായി ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് മറ്റൊരു ഫേമാണ് നമ്മൾ വാങ്ങുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ടാണ് നമ്മുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി അങ്ങനെ ഒരു കേസാണോ നമ്മൾ കൊടുക്കുന്നതെന്ന് നോക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ അണ്ടർ റൈറ്റേഴ്സിന് കമ്മീഷനായിട്ട് നമ്മൾ നമ്മുടെ ഷെയർസ് കൊടുക്കുകയാണോ നോക്കുക. ഇനി അല്ല നമ്മൾ എന്തെങ്കിലും പ്രിലിമിനറി എക്സ്പെൻസ് പേ ചെയ്യുന്നത് ഷെയർസ് വഴിയാണോ എന്ന് നോക്കുക. അതൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ദെൻ ടു ചെക്ക് വെദർ മിനിമം എമൗണ്ട് ഹാസ് ബീൻ സബ്സ്ക്രൈബ്ഡ് ഓർ നോട്ട് ആസ് സ്റ്റേറ്റഡ് ഇൻ ദി പ്രോസ്പെക്ടസ്. മെയിൻലി 95% അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 90% എങ്കിലും നമ്മൾ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ മിനിമം എമൗണ്ട് എങ്കിലും പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന മിനിമം എമൗണ്ട് എങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് whether the sum payable on application for the amount so stated have been paid to and received by the company by check or other instrument. അതായത് ആപ്ലിക്കേഷനിൽ നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് നമ്മൾ എങ്ങനെയാണ് റിസീവ് ചെയ്തേക്കുന്നതെന്ന് നോക്കുക. ക്യാഷ് ആയിട്ടാണോ അല്ലെങ്കിൽ ചെക്ക് ആയിട്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വഴിയാണോ ഡിമാൻഡ് ഡ്രാഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണോ റിസീവ് ചെയ്തേക്കുന്നതെന്ന് നോക്കുക. ദെൻ to check whether the amount payable on application on every security shall not be less than 5%. അതായത് നോമിനൽ വാല്യൂ ഓഫ് സെക്യൂരിറ്റിയുടെ 5% കുറഞ്ഞൊരിക്കലും നമ്മൾ ആപ്ലിക്കേഷൻ മണിയായിട്ട് റിസീവ് ചെയ്യാൻ പാടില്ല. 5%ഓ അതിൽ കൂടുതലോ, ഇപ്പോൾ 10 രൂപയുടെ ഷെയറാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ 10 രൂപയുടെ 5%, അതായത് 50 പൈസ അല്ലെങ്കിൽ അതിൽ കൂടുതലെങ്കിലും നമ്മൾ ആപ്ലിക്കേഷൻ മണിയായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ നമ്മൾ എക്സാമിൻ ദി മിനിറ്റ്സ് ഓഫ് ദി ബോർഡ് ഫോർ ദ പർപ്പസ് ഫോർ വിച്ച് സെക്യൂരിറ്റീസ് ഈസ് ഇഷ്യൂഡ് ആൻഡ് യൂട്ടിലൈസ്ഡ് ഫോർ ദ സെയിം. നമ്മൾ ബോർഡിൻ്റെ മിനിറ്റ്സ് ബുക്കൊക്കെ വെരിഫൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ സെക്യൂരിറ്റീസ് ഇഷ്യൂ, ഇപ്പം നമ്മൾ കമ്പനിയുടെ എന്തെങ്കിലും ഫ്യൂച്ചർ ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന പർപ്പസിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്തതെന്ന് നമ്മൾ എൻഷുർ ചെയ്യുക. Then check whether the amount is refunded to the applicant within the prescribed time period. അതായത് ഇപ്പോൾ ആപ്ലിക്കേഷൻ മണിയിൽ നമ്മൾ എക്സസ് എമൗണ്ട് എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആപ്ലിക്കൻറ്റിന് റിട്ടേൺ ചെയ്ത് കൊടുക്കണം. ആ റിട്ടേൺ ചെയ്ത് കൊടുക്കേണ്ടത് 30 ഡേയ്സിനുള്ളിലാണ്. സോ 30 ഡേയ്സിനുള്ളിൽ അത് റിട്ടേൺ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ വരുന്നത് check whether the company has filed with the registrar a return of allotment or not, whether the company having a share capital make any allotment of securities. അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് രജിസ്ട്രാറിൻ്റെ അടുത്തൊരു റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റും കൂടെ ഫയൽ ചെയ്യണം. സോ കമ്പനി അതൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യവും നമ്മുടെ ഓഡിറ്റ്, അതായത് ഷെയർസും ഡിബഞ്ചേഴ്സും ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസിൻ്റെ കാര്യങ്ങൾ വെരിഫൈ ചെയ്യുമ്പോൾ ഇതും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ.
നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലാണ്. സെക്ഷൻ 61 ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൺഫേം ദാറ്റ് ഓൾട്ടറേഷൻ വാസ് ഓതറൈസ്ഡ് ബൈ ആർട്ടിക്കിൾസ്. നമ്മൾ എല്ലാത്തിലും എഴുതാൻ പറ്റിയൊരു പോയിന്റാണ്. ആർട്ടിക്കിൾസിൽ ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. Verify the minutes of board meeting and an ordinary resolution passed in the general meeting in which the approval of members is obtained. അതായത് ബോർഡ് മീറ്റിംഗിലെ മിനിറ്റ്സ് വെരിഫൈ ചെയ്യുക. അതുകൂടാതെ തന്നെ മെമ്പേഴ്സിന്റെ ഒരു ജനറൽ മീറ്റിംഗിൽ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഓർഡിനറി റെസൊല്യൂഷൻ നമ്മൾ പാസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്യണം. അങ്ങനെ പാസ് ചെയ്തിട്ട് മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ അവരുടെ അനുവാദം വാങ്ങുകയും ചെയ്യണം. അതുകൂടാതെ ബോർഡ് മീറ്റിംഗിലെ മിനിറ്റ്സും വെരിഫൈ ചെയ്യണം. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് വെരിഫൈ ദാറ്റ് ഓൾട്ടറേഷൻ ഹാഡ് ബീൻ അഫക്റ്റഡ് ഇൻ കോപ്പീസ് ഓഫ് മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ് എക്സെട്ര. നമ്മൾ ഷെയർ ക്യാപിറ്റലിന് ഓൾട്ടറേഷൻ വരുത്തി. നേരത്തെ നമ്മൾ 1 lakh ഇക്വിറ്റി ഷെയർസ് ആയിരുന്നു ഇഷ്യൂ ചെയ്തത്. ഇപ്പോൾ ഒരു എക്സ്ട്രാ 50,000 കൂടെ ഇഷ്യൂ ചെയ്തു എന്നുണ്ടെങ്കിൽ ആ 50,000 നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലൊക്കെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ദെൻ നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ഒബ്റ്റെയിൻ ദ റീസൺസ് ഫോർ വിച്ച് മെമ്മോറാണ്ടം ഓഫ് ദ കമ്പനി ഈസ് ഓൾട്ടേർഡ്. എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് മെമ്മോറാണ്ടം ഓഫ് കമ്പനി ഓൾട്ടർ ആയതിന് കാരണം എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ വരുന്നത് ചെക്ക് വെദർ എനി ചേഞ്ച് ഇൻ ദി വോട്ടിംഗ് പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഹോൾഡർ ഡ്യൂ ടു കൺസോളിഡേറ്റഡ് ആൻഡ് ഡിവൈഡ് ഓൾ or any of its share capital into shares or a large amount than its existing shares. മറ്റൊന്നുമല്ല, ഇത്രയും ഓർത്താൽ മതി. ഷെയർ ഹോൾഡേഴ്സിന്റെ വോട്ടിംഗ് പെർസെൻറ്റേജിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും കൂടെ വെരിഫൈ ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് to confirm that the alteration of share capital denomination should be more than R1. R1 എന്ന് പറയുന്ന ഡിനോമിനേഷനേക്കാളും എപ്പോഴും മോർ ദാൻ ആയിരിക്കണം നമ്മൾ ഷെയർ ക്യാപിറ്റൽ ഓൾട്ടർ ചെയ്യേണ്ടത്. ഓക്കെ, ഒരിക്കലും R1 എന്ന് പറയുന്ന ഡിനോമിനേഷനിൽ ലെസ് ദാൻ ആവരുത്. ദെൻ വരുന്നത് വെരിഫൈ ദാറ്റ് പ്രോപ്പർ അക്കൗണ്ടിങ് എൻട്രീസ് ഹാവ് ബീൻ പാസ്ഡ്. അതായത് നമ്മൾ ഓൾട്ടറേഷന്റെ പ്രോപ്പർ അക്കൗണ്ടിങ് എൻട്രീസ് പാസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. Then register of members may also be checked to see that the necessity alteration has been affected therein. അതായത് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, പുതിയ മെമ്പേഴ്സ് ഒക്കെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിലൊക്കെ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ലേ എന്നുള്ള കാര്യവും കൂടെ വെരിഫൈ ചെയ്യാം. ഇതാണ് ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ നമുക്ക് പറയാനുള്ളത്. ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ സെക്ഷൻ 61 അതും നിങ്ങൾ മറന്നു പോകരുത്. നെക്സ്റ്റ് വരുന്നത് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് സെക്ഷൻ 63 ആണ്. ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് സെയിം ആണ്. ആർട്ടിക്കിൾസിൽ ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ വെരിഫൈ ദി മിനിറ്റ്സ് ഓഫ് ബോർഡ് മീറ്റിംഗ് ആൻഡ് ആൻ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്ഡ് ഇൻ ദി ജനറൽ മീറ്റിംഗ് ഇൻ വിച്ച് ദി അപ്രൂവൽ ഓഫ് മെമ്പർ ഈസ് ഒബ്റ്റെയിൻഡ്. നേരത്തെ പറയുന്ന ഓൾട്ടറേഷൻ ഷെയർ ക്യാപിറ്റലിലെ സെയിം പോയിന്റ് ആണ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസിൽ. ബോർഡ് മീറ്റിംഗിന്റെ മിനിറ്റ്സും നമ്മൾ വെരിഫൈ ചെയ്യണം. അതുകൂടാതെ തന്നെ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് അതിൽ നിന്ന് നമ്മുടെ എല്ലാ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നും ഒരു ഓർഡിനറി റെസൊല്യൂഷനും ഈ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പാസ് ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് വരുന്നത് ചെക്ക് ദാറ്റ് ദി കമ്പനി ഹാസ് ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഉള്ളി. അതായത് കമ്പനിയുടെ ഔട്ട്സൈഡേഴ്സിനൊന്നും നമ്മൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യരുത്. ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ആയിരിക്കണം ഇഷ്യൂ ചെയ്യേണ്ടത്. അത് കമ്പനിയുടെ മെമ്പേഴ്സിന് തന്നെ ആയിരിക്കണം ഇഷ്യൂ ചെയ്തേക്കുന്നതെന്ന് എൻഷുർ ചെയ്യുക. ദെൻ വരുന്നത് confirm that the issue of bonus shares shall not be made by capitalizing reserve created by the revaluation of assets. നമ്മൾ കമ്പനി അക്കൗണ്ട്സിന്റെ പ്രോബ്ലം പഠിക്കുമ്പോൾ ഫസ്റ്റ് സെക്ഷനിലെ ഇഷ്യൂ ഷെയർസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എമൗണ്ടിൽ ഒരിക്കലും റീവാലുവേഷൻ ഓഫ് അസറ്റ്സിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഒരിക്കലും യൂട്ടിലൈസ് ചെയ്യില്ല. സോ അങ്ങനെ ആ റീവാലുവേഷൻ ഓഫ് അസറ്റ്സിൽ നിന്ന് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്ത എമൗണ്ട് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ എൻഷുർ ചെയ്യുക. ദെൻ വരുന്നത് ചെക്ക് വെദർ ദി കമ്പനി ഹാസ് മെയ്ഡ് എനി ഡീഫോൾട്ട് ഇൻ ദി പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ പ്രിൻസിപ്പൽ ഇൻ റെസ്പെക്ട് ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓർ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ഇറ്റ്. അതായത് കമ്പനിക്ക് ഡെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡെറ്റിന്റെ റീപേ ചെയ്തിട്ടുണ്ടോ, കൃത്യമായിട്ട് റീപേയ്മെന്റ് കൊടുത്തിട്ടുണ്ടോ, അതുകൂടാതെ കൃത്യമായിട്ട് ഇൻട്രസ്റ്റും പേയ്മെന്റും നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ എൻഷുർ ചെയ്യാം. Then check whether the company has made any default in payment of statutory dues of the employees such as contribution to provident fund, gratuity and bonus. അതായത്
കമ്പനി എന്തെങ്കിലും അതായത് എംപ്ലോയീസിന് കൊടുക്കാനുള്ള സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസും കാര്യങ്ങൾക്കൊന്നും ഒരു ഡിലേയും വരുത്തിയിട്ടില്ല എന്നുള്ള കാര്യം എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷനും ഗ്രാറ്റുവിറ്റിയും ബോണസും പെൻഷനും അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതിനൊരു ഡിലേ വരുത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടെ എൻഷുർ ചെയ്യുക. ദെൻ വരുന്നത് വെദർ ദി പാർട്ട്ലി പെയ്ഡ് ഓഫ് ഷെയർസ് ആർ മെയ്ഡ് ഫുള്ളി പെയ്ഡ്. അതായത് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഇപ്പോൾ കമ്പനി എന്തെങ്കിലും പാർട്ട്ലി പെയ്ഡ് ഓഫ് ഷെയർസ് ആണ്, അതായത് 10 രൂപയുടെ ഷെയറിന് 9 രൂപയെ കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കി 1 രൂപയും കൂടെ കോളപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ചെക്ക് വെദർ ദി ബോണസ് ഷെയർസ് ഷാൽ നോട്ട് ബി ഇഷ്യൂഡ് ഇൻ ലിയു ഓഫ് ഡിവിഡൻഡ്. അതായത് ഡിവിഡൻഡിന് പകരമായിട്ട് നമ്മൾ ഒരിക്കലും ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യരുത്, അങ്ങനെയാണ് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് മെമ്പേഴ്സിനൊരു ബോണസ് പോലെ കൊടുക്കുന്നതാണ്. അതിന് പകരം ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല. ഇതാണ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് സെക്ഷൻ 63 പറയുന്നത്. നെക്സ്റ്റ്, പവേഴ്സ് ഓഫ് കമ്പനി ടു പർച്ചേസ് ഇറ്റ്സ് ഓൺ സെക്യൂരിറ്റീസ് സെക്ഷൻ 68. അതായത് ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് ആണ് പറയുന്നത്. ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസിൽ ഫസ്റ്റ് പോയിന്റ് സെയിം ആണ്, ആർട്ടിക്കിൾസിൽ ഓതറൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലും ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസിലും ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. സോ വെരിഫൈ ദി മിനിറ്റ്സ് ഓഫ് ബോർഡ് മീറ്റിംഗ് ആൻഡ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്ഡ് ഇൻ ജനറൽ മീറ്റിംഗ് ഇൻ വിച്ച് ദി അപ്രൂവൽ ഓഫ് മെമ്പേഴ്സ് ഇസ് ഒബ്റ്റെയിൻഡ്. മെമ്പേഴ്സിന്റെ അപ്രൂവൽ നമുക്ക് സ്പെഷ്യൽ റെസൊല്യൂഷനിലൂടെയാണ് വേണ്ടത്. ഓക്കെ, പിന്നെ കമ്പനിയുടെ ബോർഡ് മീറ്റിംഗിന്റെ മിനിറ്റ്സും കൂടെ വെരിഫൈ ചെയ്യണം. ദെൻ നെക്സ്റ്റ് പോയിന്റ്, where the buyback has been authorized by the board by means of a resolution passed in its meeting, then check that the buyback is not more than 10% or less than the total paid up equity capital and free reserves of the company. ഓക്കെ, അതായത് ബൈബാക്ക് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓതറൈസ് ചെയ്തിട്ടുണ്ടാവണം. അതിനകത്ത് പറയുന്നത് ഒന്നെങ്കിൽ 10% താഴെയോ അല്ലെങ്കിൽ കമ്പനിയുടെ ടോട്ടൽ ഇക്വിറ്റി പെയ്ഡ് അപ്പ് ക്യാപിറ്റലിലെ ഫ്രീ റിസർവ്സിന്റെ ഒന്നും 10% അതിൽ താഴെയോ, അത് 10% ഒരിക്കലും എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു ബൈബാക്ക് ഓഫ് ഷെയർസ് നടത്തുന്ന സമയത്ത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ചെക്ക് ദാറ്റ് നോ ബൈബാക്ക് ഓഫ് എനി കൈൻഡ് ഓഫ് ഷെയർസ് ഓർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ഷാൽ ബി മെയ്ഡ് ഔട്ട് ഓഫ് ദി പ്രൊസീഡ്സ് ഓഫ് ആൻ ഏർലിയർ ഇഷ്യൂ ഓഫ് ദി സെയിം കൈൻഡ് ഓഫ് ഷെയർസ് ഓർ സെയിം കൈൻഡ് ഓഫ് അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ്. ഇത് പറയുന്നത് നമ്മൾ നേരത്തെ ഇഷ്യൂ ചെയ്ത ഷെയർസിൽ നിന്ന് റിസീവ് ചെയ്ത പ്രൊസീഡ്സ് യൂസ് ചെയ്ത് നമ്മൾ ഒരിക്കലും ബൈബാക്ക് ഓഫ് ഷെയർസ് നടത്താനായിട്ട് പാടില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ടു ചെക്ക് ദാറ്റ് ദി ബൈബാക്ക് ഷാൽ നോട്ട് ബി മോർ ദാൻ 25% ഓഫ് ദി അഗ്രിഗേറ്റ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്സ് ഓഫ് ദി കമ്പനി. അഗ്രിഗേറ്റ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിലെ ഫ്രീ റിസർവ്സിന്റെയും 25%-ൽ കൂടുതൽ എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. ദെൻ വരുന്നത് to check that the ratio of the aggregate of secured and unsecured debt owed by the company after buyback is not more than twice the paid up capital and its free reserves. അതായത് കമ്പനിയുടെ സെക്യൂർഡും അൺസെക്യൂർഡും ആയിട്ടുള്ള ഡെറ്റ്സിന്റെ റേഷ്യോ കമ്പയർ ചെയ്യുമ്പോൾ ഈ ബൈബാക്ക് നടത്തിയതിന് ശേഷം കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിലെ ഫ്രീ റിസർവ്സിന്റെ ഡബിൾ ആവാൻ പാടില്ല ഈ സെക്യൂർഡും അൺസെക്യൂർഡും തമ്മിലുള്ള റേഷ്യോസ്. ഇപ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിലെ ഫ്രീ റിസർവ്സും കൂടെ നമുക്ക് ടോട്ടൽ 2 ഉണ്ടായിരുന്നു, 2:1 ആണെന്ന് ധരിക്കുക. അപ്പോൾ സെക്യൂർഡും അൺസെക്യൂർഡ് ഡെറ്റ്സും ആഫ്റ്റർ ബൈബാക്കിന് ശേഷം അത് 4:2 എന്ന് പറയുന്ന റേഷ്യോയിൽ വരാൻ പാടില്ല. ഒരിക്കലും അതിന് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിലെ ഫ്രീ റിസർവ്സിന്റെ എക്സസ് ആയിട്ട് നമ്മുടെ സെക്യൂർഡ് ഡെറ്റോ അൺസെക്യൂർഡ് ഡെറ്റോ നിൽക്കാനായിട്ട് സാധിക്കില്ല. ദെൻ വരുന്നത് ടു ചെക്ക് ദാറ്റ് ഓൾ ഷെയർസ് ഓർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ഫോർ ബൈബാക്ക് ഷാൽ ബി ഫുള്ളി പെയ്ഡ്. ഇവിടെ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആയി കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ബൈബാക്ക് ഓഫ് ഷെയർസ് നടത്താനായിട്ട് സാധിക്കുള്ളൂ. ദെൻ പറയുന്നത് ടു ചെക്ക് വെദർ ദി ബൈബാക്ക് ഈസ് മെയ്ഡ് ആസ് പെർ സെബി റെഗുലേഷൻ ഇൻ കേസ് ഓഫ് ബൈബാക്ക് ഓഫ് ദി ഷെയർസ് ഓർ അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് ഓൺ എനി റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പം നമ്മുടെ സെക്യൂരിറ്റീസ് ഒക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ സെബി പറയുന്ന റെഗുലേഷൻ അനുസരിച്ച് മാത്രമാണ് നമുക്ക് ബൈബാക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. ഓക്കെ, ടു ചെക്ക് ദാറ്റ് നോ ഓഫർ ഓഫ് ബൈബാക്ക് അണ്ടർ ദിസ് സബ്സെക്ഷൻ ഷാൽ ബി മെയ്ഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 1 year റെക്കൺഡ് ഫ്രം ദി ഡേറ്റ് ഓഫ് ദി ക്ലോഷർ ഓഫ് ദി പ്രിസീഡിംഗ് ഓഫർ ഓഫ് ബൈബാക്ക്. അതായത് നമ്മൾ ബൈബാക്ക് ഇഷ്യൂ ചെയ്തിട്ട് 1 yearന് ഉള്ളിൽ തന്നെ നമ്മൾ ആ ബൈബാക്കും കൂടെ ചെയ്യണം. അതായത് കണ്ടിന്യൂസ് ബൈബാക്ക് ഒരിക്കലും നടക്കില്ല. അതായത് 1 yearനുള്ളിൽ നമ്മൾ ബൈബാക്ക് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഇയറിൽ വീണ്ടും ബൈബാക്ക് നടത്താനായിട്ടുള്ള റൈറ്റ് ഇല്ല. ഓക്കെ,
to ensure that the buyback shall be completed within a period of 1 year from the date of passing special resolution. Special resolution pass ചെയ്തിട്ട് 1 ഇയറിനുള്ളിൽ നമ്മൾ ബൈബാക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. Then ensure that the buyback has been done only out of the company's free reserves or its securities premium account or out of the proceeds of any shares or other specified securities other than out of the proceeds of an earlier issue of same kind of shares or same kind of other specified securities. അതായത് നമുക്ക് ബൈബാക്ക് നടത്തണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഫ്രീ റിസർവ്സിലെയും സെക്യൂരിറ്റീസ് പ്രീമിയത്തിലെ എമൗണ്ട് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓർ ഔട്ട് ഓഫ് ദി പ്രൊസീഡ്സ് ഓഫ് എനി ഷെയർസ് ഓർ അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ്. അതായത് ഏർലിയർ ഇഷ്യൂ നടത്തിയ ഷെയർസിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് സ്പെസിഫൈഡ് സെക്യൂരിറ്റീസിൻ്റെ പ്രൊസീഡ്സ് യൂസ് ചെയ്ത് പറ്റില്ല. പക്ഷെ നമ്മുടെ ഫ്രീ റിസർവ്സും സെക്യൂരിറ്റീസ് പ്രീമിയം എല്ലാം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ബൈബാക്കിൻ്റെ എമൗണ്ട് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, പിന്നെ പറയുന്നത് to ensure that company shall extinguish and physically destroy the shares or securities so bought back within 7 days of the last date of completion of buyback. ബൈബാക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫിസിക്കലായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഷെയർ സർട്ടിഫിക്കറ്റിനെ നമ്മൾ 7 ദിവസത്തിനുള്ളിൽ ഡിസ്ട്രോയ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ പറയുന്നത് to ensure that company shall not make further issue same kind of shares or other securities including allotment of new shares or other specified securities within a period of 6 months except by way of bonus issue. ബോണസ് ഇഷ്യൂ അല്ലാതെ നമ്മൾ ഫർദർ എന്തെങ്കിലും ഷെയർസ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈബാക്ക് നടത്തി 6 മാസത്തിനുള്ളിൽ നമുക്ക് അങ്ങനെ ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. 6 മാസത്തിനുള്ളിൽ നമുക്ക് ബോണസ് ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്യാം, പക്ഷെ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് നമുക്ക് നടത്താനുള്ള റൈറ്റ് ഇല്ല. അത് ഏത് ഷെയർസ് സെക്യൂരിറ്റീസ് ആയാലും. ദെൻ പറയുന്നത് വെദർ ദി കമ്പനി ഹാസ് മെയിൻറ്റെയിൻഡ് എനി രജിസ്റ്റർ ഓഫ് ഷെയർസ് ഓർ സെക്യൂരിറ്റീസ് സോ ബോട്ട്. അതായത് ഈ ഷെയർസ് വാങ്ങിയതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കമ്പനി കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടില്ലെന്ന് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ബൈബാക്ക് ഓഫ് ഷെയർസിൻ്റെയും ബോണസ് ഷെയർസിൻ്റെയും ഷെയർ ക്യാപിറ്റലിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാനുള്ളത്. അടുത്ത ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഷെയർ ട്രാൻസ്ഫർ ഓഡിറ്റിനെ കുറിച്ചാണ്. ഷെയർ ട്രാൻസ്ഫർ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഇപ്പോൾ ഞാൻ ഒരു കമ്പനിയിൽ ഒരു 100 ഷെയർസ് ഹോൾഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഷെയർസ് ഞാൻ മറ്റൊരു വ്യക്തിക്ക് കൈമാറുമ്പോൾ അവിടെ ആ കൈമാറ്റം നടക്കുന്നതിൽ എന്തെങ്കിലും ക്രമക്കേടുകളോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടോ എന്ന് ഓഡിറ്റർ ചെക്ക് ചെയ്യുന്ന പ്രൊസീജിയേഴ്സാണ് ഷെയർ ട്രാൻസ്ഫർ ഓഡിറ്റിൽ പറയുന്നത്. ഒരുപാട് മാൽ പ്രാക്ടീസസ് വരാൻ സാധ്യതയുണ്ട് ഈ ഷെയർ ട്രാൻസ്ഫർ നടക്കുന്ന ഒരു ടൈമിൽ. അപ്പം എൻ്റെ ആ 100 ഷെയർ ഞാൻ 100 ഷെയർ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വരുന്നതും എൻ്റെ 100 ഷെയറിൽ 50 ഷെയർ മാത്രം മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും വരുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതെല്ലാം പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, കമ്പനി അതിനകത്ത് എന്തെങ്കിലും മാൽ പ്രാക്ടീസോ കാര്യങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം വെരിഫൈ ചെയ്യേണ്ടത് ഒരു ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. സോ നമുക്ക് ഷെയർ ട്രാൻസ്ഫർ ഓഡിറ്റ് എങ്ങനെയാണ് ഓഡിറ്റർ നടത്തേണ്ടത്, ഏതൊക്കെ പ്രൊസീജിയേഴ്സിലൂടെയാണ് ഓഡിറ്റേഴ്സ് കടന്നു പോകുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ എക്സാമിൻ്റെ പോയിന്റിലുള്ള പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ, ടഫായി തോന്നുന്ന പോയിന്റ്സ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. സോ എക്സാമിന് വരുന്ന 4 മാർക്ക് അറിയാലോ, 4 മാർക്കിനാണ് വരുന്നത്. സോ ആ ഒരു ലെവലിൽ ഒരു 5, 6, 7 പോയിന്റ്സാണ് നമ്മൾ പറയുന്നത്. സോ നമുക്ക് പോയിന്റ്സിലേക്ക് പോവാം. ഫസ്റ്റ് പറയുന്നത് ഓതറൈസ്ഡ് ഇൻ ഇറ്റ്സ് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസിൽ ഓതറൈസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ടെക്സ്റ്റിൽ അതിന് വേറെ രീതിക്കൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ നമുക്ക് ചുരുക്കി ഓതറൈസ്ഡ് ഇൻ ഇറ്റ്സ് ആർട്ടിക്കിൾസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. സെക്കൻഡ് പറയുന്നത് സ്ക്രൂട്ടണി ഓഫ് ട്രാൻസ്ഫർ ഫോം നോട്ടിങ് സ്പെസിഫിക്കലി. അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഫോമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ that in every case the application for transfer was made in the prescribed form and prescribed authority had stamped the date on which it was presented to it, also that it was delivered to the company within 60 days exaction. ഒന്നുമില്ല, നമ്മൾ ആപ്ലിക്കേഷൻ, അതായത് പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി ഡേറ്റോട് കൂടിയുള്ള സ്റ്റാമ്പും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ഇത് നമ്മൾ എന്നിട്ട് ആ ഒരു ഫോം ഫില്ല് ചെയ്ത് നമ്മൾ 60 ദിവസത്തിനുള്ളിൽ കമ്പനിക്കും തിരിച്ചു കൊടുക്കണം. പിന്നെ പറയുന്നത് ദാറ്റ് ഈച്ച് ട്രാൻസ്ഫർ ഫോം ഈസ് പ്രോപ്പർലി എക്സിക്യൂട്ടഡ് ആൻഡ് ബെയേഴ്സ് ദി പ്രോപ്പർ സ്റ്റാമ്പ് ഡ്യൂട്ടി. ഓരോ ട്രാൻസ്ഫർ ഫോമും നമ്മൾ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ ആ ഒരു പ്രോപ്പർ സ്റ്റാമ്പും കൂടെ അതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ പ്രോപ്പർ സ്റ്റാമ്പും കൂടെ അതിനകത്ത് അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം. പിന്നെ ദാറ്റ് ദി നെയിം ഓഫ് ദി കമ്പനി ഈസ് കറക്റ്റ്ലി സ്റ്റേറ്റഡ് ഓൺ ദി ഫോമിനകത്ത്, അതായത് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മുടെ ഏതൊരു കമ്പനിയുടെ ഷെയർസ് ആണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിൻ്റെ കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, പിന്നെ വരുന്നത്
that where the consideration for transfer appears to be inadequate, an inquiry was made by the company for ascertaining the reason thereof. അതായത് നമ്മൾ എന്തെങ്കിലും ട്രാൻസ്ഫർ നടത്തുന്നത് അഡിക്വേറ്റ് ആയിട്ടൊരു ട്രാൻസ്ഫറിങ് അല്ല. അപ്പം എൻ്റെ 100 ഷെയറിന് 10 രൂപയായിരുന്നു, പക്ഷെ ഞാനത് ഒരു 3 രൂപയ്ക്കും 4 രൂപയ്ക്കൊക്കെയാണ് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഇത്രയും കുറഞ്ഞ എമൗണ്ടിൽ ഞാൻ ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള എമൗണ്ടിന് എന്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. പിന്നെ പറയുന്നത് that the name and address of the transferee have been recorded completely and fully for the purpose of correspondence. അതായത് ട്രാൻസ്ഫറുടെ ഡീറ്റെയിൽസും ട്രാൻസ്ഫറിയുടെ നെയിമും അഡ്രസ്സും എല്ലാം ക്ലിയർ ആയിട്ട് ആ ട്രാൻസ്ഫർ ഫോമിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ comparison of the signature of each transfer on the transfer form with his signature on the original application for shares or on the transfer form. അതായത് നമ്മൾ ഫസ്റ്റ് കമ്പനിയുടെ ഷെയർ അക്വയർ ചെയ്യുമ്പോൾ നമ്മളൊരു സിഗ്നേച്ചർ ആ ഷെയർ ഫോമിൽ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർ ഫോമിൽ നമ്മൾ ഒറിജിനൽ ആപ്ലിക്കേഷൻ ഓഫ് ഷെയർസിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു സിഗ്നേച്ചറും നമ്മളിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുക്കുന്ന ഈ ട്രാൻസ്ഫർ ഫോമിലുള്ള നമ്മുടെ സിഗ്നേച്ചറും ട്രാൻസ്ഫററുടെ സിഗ്നേച്ചറും കൂടെ വെരിഫൈ ചെയ്ത് നോക്കും. അതായത് എന്തെങ്കിലും കമ്പാരിസൺ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു മാച്ചിങ് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ ട്രാൻസ്ഫർ അവിടെ നടത്തില്ല. പിന്നെ പറയുന്നത് ascertaining that none of the transfer is disqualified from holding shares in the company. ഇപ്പോൾ ഈ കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് നമ്മൾ ഈ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. Then vouching the entries in the share transfer journal by reference to the transfer form, noting in each case. അതായത് നമ്മൾ ഷെയർ ട്രാൻസ്ഫർ ജേണലിൽ ഇതിൻ്റെ അതായത് നമ്മൾ എൻട്രീസ് ഒക്കെ പാസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ട്രാൻസ്ഫററുടെ നെയിം, ട്രാൻസ്ഫറിയുടെ നെയിമും അഡ്രസ്സും, അതായത് ഫസ്റ്റ് ട്രാൻസ്ഫറർ ആരാണോ അദ്ദേഹത്തിൻ്റെ നെയിം, പിന്നെ നെയിമും അഡ്രസ്സും ഓഫ് ട്രാൻസ്ഫറി, പിന്നെ ഏത് ക്ലാസ് ഓഫ് ഷെയർസ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ദ ഡിസ്റ്റിങ്റ്റീവ് നമ്പേഴ്സ് ഇഫ് എനി ഓഫ് ദി ഷെയർസ് ട്രാൻസ്ഫർ. ഷെയർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഡിസ്റ്റിങ്റ്റീവ് നമ്പേഴ്സ് ആണ് ഓൾട്ടർ ചെയ്ത് എന്താ പറയുക പലതരം നമ്പേഴ്സിലുള്ള ഷെയർസ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ നമ്മൾ ആ ഷെയർ ട്രാൻസ്ഫർ ജേണലിൽ കാണിക്കണം. പിന്നെ പറയുന്നത് വെരിഫിക്കേഷൻ ഓഫ് പോസ്റ്റിംഗ് ഫ്രം ഷെയർ ജേണൽ ടു ദി രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. അതായത് ഷെയർ ജേണലും നമ്മുടെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സും കൂടെ, അതായത് ഷെയർ ജേണലിൽ നിന്ന് നമ്മൾ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ പോസ്റ്റ് ചെയ്തിരിക്കുന്നതും ഷെയർ ജേണലിൽ ഉള്ള കാര്യങ്ങൾ തന്നെയല്ലേ എന്നുള്ള കാര്യം കൂടെ വെരിഫൈ ചെയ്യണം. Then inspect of each transfer as to name, address, occupation, form of document, description, numbers, distinctive number of shares, stamp, date, signature, witness, etc. ഓരോ ട്രാൻസ്ഫർ നടക്കുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അഡ്രസ്സ്, നെയിം, ഓക്യുപ്പേഷൻ, ഫോം, ഡിസ്ക്രിപ്ഷൻ, ഡിസ്റ്റിങ്റ്റീവ് നമ്പർ ഓഫ് ഷെയർസ്, സ്റ്റാമ്പ്, സിഗ്നേച്ചർ, ഡേറ്റ്, വിറ്റ്നസ്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ടാവണം. അടുത്ത പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇൻസ്പെക്ഷൻ ഓഫ് ദി പവർ ഓഫ് അറ്റോർണി ആൻഡ് സ്പെസിമെൻ സിഗ്നേച്ചർ ഇഫ് ട്രാൻസ്ഫർ എക്സിക്യൂട്ടഡ് ബൈ ആൻ ഏജന്റ്. ഒരു ഏജന്റാണ് ആ ട്രാൻസ്ഫർ എക്സിക്യൂട്ട് ചെയ്തത് ഒരു ഏജന്റ് ആണെന്നുണ്ടെങ്കിൽ പവർ ഓഫ് അറ്റോർണിയും സ്പെസിമെൻ സിഗ്നേച്ചറും നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണം. ദെൻ ലാസ്റ്റ് പറയുന്നത് റെഫർ ടു ദി മിനിറ്റ്സ് ബുക്ക് to ensure that all transfers recorded in the share transfer journal have been approved by the board. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ട്രാൻസ്ഫേഴ്സും ബോർഡിൻ്റെ അപ്രൂവലോട് കൂടി നമ്മൾ ഷെയർ ട്രാൻസ്ഫർ ജേണലിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മിനിറ്റ്സ് ബുക്കും കൂടെ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എൻഷുർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ പിന്നെ നമുക്ക് എഴുതാൻ പറ്റിയ പോയിന്റ് ചെക്കിംഗ് ഓഫ് കൗണ്ടർ ഫോയിൽസ് ഓഫ് ന്യൂ സർട്ടിഫിക്കറ്റ്. നമ്മൾ പുതിയ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ പുതിയൊരു വ്യക്തിക്ക്, അതായത് പുതിയ ഷെയർ വാങ്ങിയ വ്യക്തിക്ക് നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ കൗണ്ടർ ഫോയിൽസും കാര്യങ്ങളും എല്ലാം വെരിഫൈ ചെയ്യാം. ഇത്രയാണ് നമ്മൾ ഷെയർ ട്രാൻസ്ഫർ ഓഡിറ്റിൽ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്. നമ്മൾ ഫോർഫീറ്റഡ് ഷെയർസ് അറിയാൻ നമ്മൾ ക്യാൻസൽ ചെയ്തിരിക്കുന്ന ഷെയർസ് ആണ്. ആ ഷെയർസ് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഓഡിറ്റേഴ്സ് വെരിഫൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ദ ഓഡിറ്റർ ഷുഡ് അസർട്ടൈൻ ദാറ്റ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാസ് ദി അതോറിറ്റി അണ്ടർ ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദി കമ്പനി ടു റീഇഷ്യൂ ഫോർഫീറ്റഡ് ഷെയർസ്. അതായത് ഫോർഫീറ്റഡ് ഷെയർസ് റീഇഷ്യൂ ചെയ്യാനുള്ള കാര്യം നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ വൗച്ച് ദി എമൗണ്ട്സ് കളക്റ്റഡ് ഫ്രം പേഴ്സൺസ് ടു ഹും ദി ഷെയർസ് ഹാവ് ബീൻ അലോട്ടഡ് ആൻഡ് വെരിഫൈ ദി എൻട്രീസ് റെക്കോർഡഡ് ഫ്രം റീഅലോട്ട്മെന്റ്.
അതായത് നമ്മൾ ഏതൊക്കെ വ്യക്തികൾക്കാണ് ഷെയർസ് അലോട്ട് ചെയ്തിരിക്കുന്നത്, അവരിൽ നിന്ന് എത്ര എമൗണ്ട്സ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും, പിന്നെ റീ അലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിക്കുന്ന എൻട്രീസ് എല്ലാം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. വെരിഫൈ ദാറ്റ് ദി കമ്പ്യൂട്ടേഷൻ ഓഫ് സർപ്ലസ് എമൗണ്ട് അറൈസിംഗ് ഫ്രം ദി റീഇഷ്യൂ ഷെയർസ് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. നമ്മൾ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ 10 രൂപയുടെ ഷെയർ നമ്മൾ ഫോർഫീറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ റീഇഷ്യൂ നടത്തുന്നത് ചിലപ്പോൾ 8 രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ 8 രൂപയ്ക്കല്ല 12 രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ, നമ്മൾ 10 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത ഷെയർസ് നമ്മൾ ഫോർഫീറ്റ് ചെയ്തു, നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത് 12 രൂപയ്ക്കാണെങ്കിൽ നമുക്കവിടെ 2 രൂപയുടെ സർപ്ലസ് ഉണ്ട്. അപ്പോൾ ആ സർപ്ലസ് എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ വെയർ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ആർ ഫോർഫീറ്റഡ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് കോൾ ആൻഡ് റീഇഷ്യൂ ആസ് ഫുള്ളി പെയ്ഡ്, ദ റീഇഷ്യൂ ഈസ് കൺസിഡേർഡ് ആസ് ആൻ അലോട്ട്മെന്റ് അറ്റ് എ ഡിസ്കൗണ്ട് ആൻഡ് കംപ്ലൈൻസ് ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 53 ഈ എസെൻഷ്യൽ. അതായത് സെക്ഷൻ 53 പ്രകാരമുള്ള കാര്യങ്ങൾ പ്രൊവിഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. അതുകൂടാതെ തന്നെ നമ്മൾ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് നോൺ പേയ്മെന്റ് വന്നു, അതായത് 10 രൂപയുടെ ഷെയറിന് 8 രൂപയെ കൊടുത്തുള്ളൂ, 2 രൂപ കൊടുത്തിട്ടില്ല. സോ നമ്മൾ ആ 2 രൂപയാണ് ക്യാൻസൽ ചെയ്തത്. 2 രൂപയല്ല, 8 രൂപയുടെ ഷെയർ നമ്മൾ ക്യാൻസൽ ചെയ്തു എന്നുണ്ടെങ്കിൽ, അപ്പം നമ്മൾ ആ ഷെയർസ് ഫുള്ളി പെയ്ഡപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോളപ്പി നടത്തുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, ആ റീഇഷ്യൂ നടത്തുന്നത് നമ്മളൊരു ഡിസ്കൗണ്ട് റേറ്റിൽ, അതായത് ബാലൻസ് ഉള്ള 2 രൂപ നമ്മളൊരു, അതായത് 2 രൂപയാണ് നോൺ പെയ്ഡ് ഉള്ളത്, അപ്പം നമ്മൾ ആ ഷെയർസ് 8 രൂപയ്ക്ക് തന്നെയാണ് ഇഷ്യൂ ചെയ്യാനുള്ള സാധ്യത. സോ ഡിസ്കൗണ്ടിലാണ് നമ്മൾ ആ അലോട്ട്മെന്റ് നടത്തുക. ഇത്രയേ ഉള്ളൂ നമ്മളത് പറയുന്നത്. പാർട്ട്ലി പെയ്ഡ് ഷെയർസ് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട്, അതായത് നോൺ പേയ്മെന്റ് ഓഫ് കോൾ ആയതുകൊണ്ട് നമ്മൾ ആ ഷെയർസ് ക്യാൻസൽ ചെയ്തിട്ട് അതേ ഷെയർസ് നമ്മൾ ഫുള്ളി പെയ്ഡപ്പ് ആക്കാൻ വേണ്ടി റീഇഷ്യൂ നടത്തുവാണെങ്കിൽ ആ റീഇഷ്യൂവിനെ നമ്മൾ ഡിസ്കൗണ്ടിലാണ് അലോട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാണ് റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസിൽ പറയുന്ന കാര്യങ്ങൾ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓഡിറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ് സെക്ഷൻ 71 ആണ്. ഓഡിറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ് നമുക്കറിയാം, ഡിബഞ്ചർ കമ്പനിയെ എവിഡൻസ് ചെയ്യുന്ന ഒരു ഡെറ്റിനെ എവിഡൻസ് ചെയ്യുന്നതാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. അത് നമ്മുടെ അസറ്റ്സിൽ ഒരു ചാർജ് ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. സെക്യൂർഡ് ഡിബഞ്ചേഴ്സും അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിബഞ്ചർ ട്രസ്റ്റി മാൻഡേറ്ററി ആയിട്ടും ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഫർ ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഈസ് മെയ്ഡ് ടു ദി പബ്ലിക്. പബ്ലിക്കിനാണ് ഡിബഞ്ചർ ഓഫർ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കുക. ദ കമ്പനി മേക്സ് ദ ഓഫർ ടു മെമ്പേഴ്സ് എക്സീഡിങ് 500 ഇൻ നമ്പർ. അതായത് നമ്മൾ മെമ്പേഴ്സിനാണ് കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് 500 നമ്പറെങ്കിലും മിനിമം വേണം എന്നാണ് പറയുക. സോ നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിബഞ്ചർ ട്രസ്റ്റീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഓഡിറ്റേഴ്സ് ഡ്യൂട്ടി നോക്കാം. ഓഡിറ്റേഴ്സ് ഡ്യൂട്ടി നോക്കുമ്പോൾ, ദ ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദാറ്റ് ദി പ്രോസ്പെക്ടസ് ഹാവ് ബീൻ ഡ്യൂലി ഫൈൽഡ് വിത്ത് ദി രജിസ്ട്രാർ ബിഫോർ ദി ഡേറ്റ് ഓഫ് അലോട്ട്മെന്റ് ഓഫ് ഡിബഞ്ചർ. ഡിബഞ്ചർ അലോട്ട് ചെയ്യുന്ന ഡേറ്റിന് മുമ്പ് തൊട്ട് നമ്മൾ രജിസ്ട്രാർക്ക് നമ്മൾ ഈ പ്രോസ്പെക്ടസ്, അതായത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പ്രോസ്പെക്ടസ് ഫയൽ ചെയ്തിട്ടുണ്ടാവണം. ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യണം, ഓഡിറ്റർ എൻഷുർ ചെയ്യണം. Next point, he should check the amount collected in the cash book with the counterfoils of receipt issued to the applicant and also cross-check the amount into the application and allotment book. അതായത് ആപ്ലിക്കൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്ന എമൗണ്ടും പിന്നെ നമ്മൾ ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്തിരുന്നത് കൗണ്ടർ ഫോയിൽ ഓഫ് റിസീപ്റ്റിൻ്റെ ആ കൗണ്ടർ ഫോയിൽസ് യൂസ് ചെയ്ത് നമ്മൾ ക്യാഷ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന എമൗണ്ട് കൃത്യമാണോ നോക്കുക. അത് കൂടാതെ തന്നെ ആപ്ലിക്കേഷനും അലോട്ട്മെന്റ് ബുക്കിലും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്ന എമൗണ്ടും കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഹി ഷുഡ് എക്സാമിൻ ദ ഡിബഞ്ചർ ട്രസ്റ്റ് ഡീഡ് ആൻഡ് നോട്ട് ദി കണ്ടീഷൻ കണ്ടെയ്ൻഡ് ദെയറിൻ ആസ് ടു ഇഷ്യൂ ആൻഡ് റീപേയ്മെന്റ്. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്തും റീപേ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതുകൂടാതെ തന്നെ ഡിബഞ്ചർ ട്രസ്റ്റ് ഡീഡും എക്സാമിൻ ചെയ്യാം. പിന്നെ ഇഫ് ദ ഡിബഞ്ചേഴ്സ് ആർ കവേർഡ് ബൈ മോർഗേജ് ഓഫ് എ ചാർജ്, it should be verified that the charge has been correctly recorded in the register of mortgage and charges and it has also been registered with the registrar of companies. അപ്പം നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചാർജ് നമ്മുടെ ഏതെങ്കിലും ഒരു അസറ്റിന്മേൽ ചാർജ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ഓഫ് മോർഗേജ് ആൻഡ് ചാർജസ് എന്ന് പറയുന്ന ബുക്കിൽ കറക്റ്റായിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അത് കൂടാതെ തന്നെ നമ്മൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അടുത്തും ഈ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. Then compliance with the SEBI guidelines should also be ensured. സെബിയുടെ ഗൈഡ് ലൈൻസ് നമ്മൾ എൻഷുർ ചെയ്തിട്ടുണ്ടാവണം, അതും കംപ്ലൈ ചെയ്ത് പോരണം. പിന്നെ
where debentures have been issued as fully paid up to vendors as a part of purchase consideration, the contract in this regard should be checked. നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള കോൺട്രാക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ട്രാൻസ്ഫറർ കമ്പനിയും ട്രാൻസ്ഫറി കമ്പനിയും തമ്മിലുള്ള കോൺട്രാക്റ്റും കൂടെ വെരിഫൈ ചെയ്യണം. ഇത്രയാണ് നമ്മൾ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഓഡിറ്റർ ഫോളോ ചെയ്യേണ്ട ഡ്യൂട്ടീസ്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചറും അതിൻ്റെ ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് നമുക്കറിയാം, നമ്മൾ ഓരോ ഇയർലി അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. അപ്പോൾ അത് പേ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ടുള്ള പേയ്മെൻ്റ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യേണ്ടത് ഒരു ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് എന്ന് നോക്കാം. The payment of interest should be vouched by the auditor with the acknowledgement of the debenture holders, endorsed warrants, and in case of bearer debentures with the coupon surrendered. അതായത് നമ്മൾ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് പേ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓഡിറ്റർ ഒന്ന് വൗച്ച് ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടെ എൻഷുർ ചെയ്യണം, ഇതെല്ലാം ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അറിവോട് കൂടി തന്നെ, അതായത് അവർക്ക് പ്രോപ്പറായിട്ട് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും കൂടെ നമ്മുടെ ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. അതുകൂടാതെ തന്നെ നമ്മൾ എന്തെങ്കിലും ബെയർ ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂപ്പൺ റേറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും കൂപ്പൺ നമ്മൾ സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൂപ്പൺ സറണ്ടർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും കൂടെ നോക്കണം. Then the auditor should reconcile that total amount paid with the total amount due and payable with the amount of interest outstanding for payment. അതായത് നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രത്തോളം പേ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം കൂടെ കമ്പയർ ചെയ്യുക. അതുകൂടാതെ തന്നെ ആ ടോട്ടൽ എമൗണ്ട് പേ ചെയ്യാനുള്ളതിനകത്ത് എത്ര പേ ചെയ്തു, എത്ര പേയബിൾ ആയിട്ടുണ്ട്, ഇനി എത്ര ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻ്റ് ഉണ്ട്, ഇത്രയും കാര്യങ്ങളും കൂടെ ഓഡിറ്റർ ചെക്ക് ചെയ്യണം. Then he should also ensure that the interest paid on debenture like that on other fixed loans must be disclosed as a separate item of profit and loss account. അതായത് നമ്മൾ ഏതെങ്കിലും ഫിക്സഡ് ലോൺസിലോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അവർക്കാണ് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതൊരു സെപ്പറേറ്റ് ഐറ്റമായിട്ട് കാണിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ എൻഷുർ ചെയ്യുക. ഇത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിനെ കുറിച്ചും അതിന് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ നടത്തുമ്പോൾ ഓഡിറ്റേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് വെരിഫൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ പീരീഡിലോ അല്ലെങ്കിൽ ഫിക്സഡ് ഡേറ്റിലൊക്കെ ആകുമ്പോഴത്തേക്കും മെച്ചുവേർഡ് ആയിട്ടുള്ള ഡിബഞ്ചേഴ്സ് നമ്മൾ റിഡംഷൻ നടത്തും. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയാൽ ബൈ വേ ഓഫ് പീരിയോഡിക്കൽ ഡ്രോയിങ്സ്, ദാറ്റ് ഈസ് ബൈ ക്രെഡിറ്റിംഗ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അതായത് നമ്മൾ പീരിയോഡിക്കൽ ഡ്രോയിങ്സ് ആയിട്ടാണ് ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ അതിനകത്തേക്കായിരിക്കും റിഡംഷനുള്ള എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് വിടുക. ദെൻ ബൈ വേ ഓഫ് പേയ്മെന്റ് ഓൺ എ ഫിക്സഡ് ഡേറ്റ്. ഇപ്പോൾ ഫിക്സഡ് ഡേറ്റ് ഇപ്പോൾ 5 വർഷം കഴിയുമ്പോഴാണ് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ റിഡംഷൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ ആ ഫിക്സഡ് ഡേറ്റിൽ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. ബൈ പേയ്മെന്റ് വെൻ എവർ ദി കമ്പനി ഡിസൈഡ് ടു ഡു സോ. അതായത് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന ഒരു ടൈമിൽ, ഡിബഞ്ചറൊക്കെ റിഡംഷൻ നടത്തുന്ന ഒരു ടൈമിലും നമ്മൾ ആ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ വെരിഫൈ ചെയ്യാം. ഇനി എന്തൊക്കെയാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിനകത്ത് ഓഡിറ്റേഴ്സിന്റെ ഡ്യൂട്ടി നോക്കാം. The auditor should inspect the debentures or trust deed for the terms and conditions regarding the redemption of debentures. അതായത് ഡിബഞ്ചേഴ്സ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണം. അതുകൂടാതെ ഡിബഞ്ചർ ട്രസ്റ്റ് ഡീഡും കൂടെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണം. കാര്യം റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഡിബഞ്ചേഴ്സിലും പിന്നെ ഡിബഞ്ചർ ട്രസ്റ്റ് ഡീഡിലുമാണ്. അതിന്റെ കാര്യങ്ങൾ ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. Then he should see that the director's minutes book authorizing the redemption of debentures. Redemption of debenturesന് വേണ്ടി നമ്മുടെ ഡയറക്ടേഴ്സിന്റെ മിനിറ്റ്സ് ബുക്കും കൂടെ വെരിഫൈ ചെയ്യണം. അതുകൂടാതെ he should also vouch the redemption with the help of debenture bonds cancelled and the cash book. അതായത് ഡിബഞ്ചർ ബോണ്ട്, എന്തെങ്കിലും ഡിബഞ്ചർ ബോണ്ട് നമ്മൾ റിഡംഷൻ നടത്തുന്ന സമയത്ത് ഡിബഞ്ചർ ബോണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുകൂടാതെ തന്നെ നമ്മൾ ക്യാഷ് ബുക്കിൽ പ്രോപ്പറായിട്ട് പേയ്മെന്റിന്റെ ഡീറ്റെയിൽസും കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. He should also examine the accounting treatment thoroughly. അതായത് നമ്മളിതിന് കാണിച്ചിരിക്കുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഓഡിറ്റേഴ്സ് വെരിഫൈ ചെയ്യാം. ഇത്രയാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിനെ കുറിച്ചും ഓവറോൾ ഡിബഞ്ചേഴ്സിനെ കുറിച്ചും നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഓഡിറ്റ് ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ്സ് ആൻഡ് ഡിവിഡൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് നമ്മൾ ഓരോ ഡിവിഡൻഡ്, ഫൈനൽ ഡിവിഡൻഡിനെ കുറിച്ചും ഇന്ററിം ഡിവിഡൻഡിനെ കുറിച്ചും എല്ലാം പഠിക്കുന്നുണ്ട്. സോ നമുക്ക് നേരെ പോവാം.
ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് സെക്ഷൻ 123 പറയുന്ന പ്രകാരം ഫൈനൽ ഡിവിഡൻഡ് ഈസ് ഡിക്ലെയർഡ് ഇൻ ദ ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിംഗിലാണ് നമ്മൾ ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാവ് ടു റെക്കമെൻഡ് എ ഡിവിഡൻഡ്. ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് ഈസ് ഓർഡിനറി ബിസിനസ് ഇൻ ജനറൽ മീറ്റിംഗ്. അതായത് ജനറൽ മീറ്റിംഗിൽ ഓർഡിനറി ബിസിനസ് പറയുന്ന കാര്യത്തിലാണ് നമ്മൾ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്യുന്നത്. പിന്നെ നോ ഡിവിഡൻഡ് ഷാൽ ബി ഡിക്ലെയർഡ് ഓർ പെയ്ഡ് ബൈ എ കമ്പനി ഫോർ എനി ഫിനാൻഷ്യൽ ഇയർ എക്സെപ്റ്റ്. താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളല്ലാതെ ഒരു സാഹചര്യത്തിലും കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ട് പാടില്ല. ഇൻ എനി ഫിനാൻഷ്യൽ ഇയർ, ഏത് ഫിനാൻഷ്യൽ ഇയറിലാണെങ്കിലും. ഏതൊക്കെ ഇതിനകത്താണെന്ന് നോക്കാം. ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് ദി കമ്പനി ഫോർ ദാറ്റ് ഇയർ അറൈവ്ഡ് അറ്റ് ആഫ്റ്റർ പ്രൊവൈഡിംഗ് ഫോർ ഡിപ്രീസിയേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് സബ്സെക്ഷൻ 2. അതായത് നമ്മൾ ഡിപ്രീസിയേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടും നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ വർഷം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ out of money provided by the central government or a state government for the payment of dividend by the company in pursuance of a guarantee given by that government. അതായത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും നമ്മുടെ കമ്പനിക്ക് ഒരു ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. ഇത്ര എമൗണ്ട് വരെ ഡിവിഡൻഡ് അവർ നമുക്ക്, അതായത് സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ നമുക്ക് അത്ര എമൗണ്ട് തരും. ആ എമൗണ്ടാണ് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ എമൗണ്ടും കൂടെ നമുക്ക് ഡിവിഡൻഡിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് സച്ച് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് നമ്മൾ റിസർവ്സിലേക്ക്, അതായത് ഈ വർഷത്തെ റിസർവ്സിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അതിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ഡിവിഡൻഡ് പേ ചെയ്യുക. പിന്നെ നോ ഡിവിഡൻഡ് ഷാൽ ബി ഡിക്ലെയർഡ് ഓർ പെയ്ഡ് ബൈ എ കമ്പനി ഫ്രം ഇറ്റ്സ് റിസർവ്സ് അതർ ദാൻ ഫ്രീ റിസർവ്സ്. ഫ്രീ റിസർവ്സ് അല്ലാതെ മറ്റൊരു റിസർവ്സിൽ നിന്നും, അതായത് ക്യാപിറ്റൽ റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, അതിൽ നിന്നൊന്നും നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഫ്രീ റിസർവ്സിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഡിവിഡൻഡ് പേ ചെയ്യാൻ പറ്റുള്ളൂ. Then, no company shall declare dividend unless carried over previous losses and depreciation not provided in the previous year or years. ഓക്കെ, അതായത് നമുക്ക് ഈ വർഷം പ്രോഫിറ്റ് ആണെങ്കിൽ കഴിഞ്ഞ വർഷം നമുക്ക് പ്രോഫിറ്റ് ആണ്, കഴിഞ്ഞ വർഷം നമ്മൾ ഡിപ്രീസിയേഷനും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഇത്രയാണ് നമുക്ക് ഡിവിഡൻഡിനെ കുറിച്ച് പറയുന്ന കുറച്ച് ഫൈനൽ ഡിവിഡൻസിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളൂ. ഇനി നമുക്ക് ഇന്ററിം ഡിവിഡൻഡ് നോക്കാം. ഇന്ററിം ഡിവിഡൻഡ് നമുക്കറിയാം, നമ്മുടെ 2 ഫിനാൻഷ്യൽ ഇയറിന്റെ ഇടയിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡിനെയാണ് ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. പിന്നെ കമ്പനിക്ക് ലോസ് ഇൻകർ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ കമ്പനിക്ക് ലോസ് ആയ സിറ്റുവേഷനിൽ നമ്മൾ ഇന്ററിം ഡിവിഡൻഡ് ഏത് റേറ്റിനാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ ലാസ്റ്റ് 3 വർഷത്തെ നമ്മൾ ഡിവിഡൻഡ് റേറ്റ് എത്രയാണോ അതിൽ ഏറ്റവും താഴെയുള്ള റേറ്റിൽ മാത്രമാണ് നമ്മൾ ഇന്ററിം ഡിവിഡൻഡ് പേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുള്ളൂ. ഓക്കെ, പിന്നെ പറയുന്നത് ലീഗൽ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ടു ഇന്ററിം ഡിവിഡൻഡ് ആണ്. ലീഗൽ പ്രൊവിഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്കിൽ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് 5 ദിവസം മുമ്പെങ്കിലും നമ്മൾ ഈ എമൗണ്ട് അതിൻ്റെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവണം, ഏത് ഇന്ററിം ഡിവിഡൻഡിന്റെ എമൗണ്ട്. പിന്നെ ഏതൊക്കെ വ്യക്തികൾക്കാണ് ഡിവിഡൻഡ് റിസീവ് ചെയ്യാനുള്ള അവകാശമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡറിന് മാത്രമാണ് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാനായിട്ടുള്ള, അവർക്കാണ് അത് റിസീവ് ചെയ്യാനുള്ള എൻറ്റൈറ്റിൽമെന്റ് ഉള്ളൂ. ഇനി നമുക്ക് കോൺസിക്വൻസ് ഓൺ നോൺ കംപ്ലയൻസ്, അതായത് നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ട് അത് കമ്പനി പേ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഷെയർ ഹോൾഡർ ആ ഡിവിഡൻഡ് എമൗണ്ട് ക്ലെയിം ചെയ്യാതിരിക്കുകയോ എന്ന സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. അങ്ങനെ വേറെ ഡിവിഡൻഡ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ബൈ എ കമ്പനി ബട്ട് ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ഓർ ക്ലെയിംഡ് വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ ടു എനി ഷെയർ ഹോൾഡർ എൻറ്റൈറ്റിൽഡ് ടു ദി പേയ്മെന്റ് ഓഫ് ദി ഡിവിഡൻഡ്, ദ കമ്പനി ഷാൾ വിത്തിൻ 7 days ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പയറി ഓഫ് ദി സെഡ് പീരീഡ് ഓഫ് 30 days transfer the total amount of dividend which remains unpaid or unclaimed to a special account to be opened by the company in that behalf in any scheduled bank to be called the unpaid dividend account. അതായത് കമ്പനി ഡിക്ലെയർ ചെയ്തു, പക്ഷെ നമ്മൾ ആ ഡിവിഡൻഡ് പേ ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ ആ പേ ചെയ്ത ഡിവിഡൻഡ് ഷെയർ ഹോൾഡർ 30 ദിവസത്തിനുള്ളിൽ ക്ലെയിം ചെയ്യുന്നത് 30 ദിവസത്തിനുള്ളിൽ വേണം. അതുകൂടാതെ തന്നെ കമ്പനി ഡിക്ലെയർ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ കമ്പനി ആ എമൗണ്ട് പേ ചെയ്യുകയും വേണം. ഇനി ഇത് രണ്ടും നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ 30 ദിവസം കഴിഞ്ഞിട്ടുള്ള 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ആ ഷെഡ്യൂൾഡ് ബാങ്കിൽ ഒരു അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ആ അക്കൗണ്ടിലേക്ക് നമ്മൾ ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അതാണ് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിന്റെ കാര്യങ്ങൾ. അതായത് 7 ദിവസത്തിനുള്ളിൽ, അതായത് കമ്പനി പേ ചെയ്തിട്ടുമില്ല,
ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു പക്ഷെ പേ ചെയ്തിട്ടുമില്ല. അതുകൂടാതെ തന്നെ ആ പർട്ടിക്കുലർ ഷെയർ ഹോൾഡർ ഡിവിഡൻഡ് ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ 30 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ക്ലെയിം ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ 30 ദിവസം കഴിഞ്ഞിട്ടുള്ള 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ആ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം. ഇനി ട്രാൻസ്ഫർ ഓഫ് അൺക്ലെയിംഡ് ഡിവിഡൻഡ് ആൻഡ് ഓൾസോ ഷെയർസ് ടു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് അൺക്ലെയിംഡ് ഡിവിഡൻഡിനെ നമ്മൾ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നോക്കാം. എനി മണി ട്രാൻസ്ഫർ ടു ദി അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് ഓഫ് എ കമ്പനി in pursuance of this section which remains unpaid or unclaimed for a period of 7 years from the date such transfer shall be transferred by the company along with the interest accrued, if any, there to the fund established under subsection 1 of section 125. അതായത് സെക്ഷൻ 125 എന്ന് പറയുന്നത് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടാണ്. നമ്മൾ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന എമൗണ്ട് അതിന്റെ ഇൻട്രസ്റ്റ്, ബാങ്ക് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്തൊരു ഇൻട്രസ്റ്റും തരുമല്ലോ. ആ ഇൻട്രസ്റ്റും നമ്മൾ 7 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന എമൗണ്ട് ഒന്നും ആരും ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ എമൗണ്ട് എത്രയാണോ 7 വർഷം നമ്മുടെ അക്കൗണ്ടിൽ കടന്ന് വരുന്ന ആ എമൗണ്ടും അതിന്റെ ഇൻട്രസ്റ്റും കൂടെ നമ്മൾ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നെക്സ്റ്റ് പോയിന്റ് സെയിം ആണ്. നമ്മൾ ഡിവിഡൻഡ് അൺപെയ്ഡ് ആയിട്ടുള്ള ഡിവിഡൻഡോ അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാത്ത ഡിവിഡൻഡോ ആണെങ്കിൽ നമ്മൾ 7 വർഷത്തിനുള്ളിൽ 7 വർഷം ഇത് സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ഈ പറയുന്ന ഡിവിഡൻഡ് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിന്റെ ഡീറ്റെയിൽസും കൂടെ കൊടുക്കണം. Then, provided that any claimant of shares transferred above shall be entitled to claim the transfer of shares from Investor Protection Education and Protection Fund in accordance with such procedures and on submission of such documents as may be prescribed. അതായത് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലെ ഷെയർസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അതിന് എന്താ പറയുക സച്ച് പ്രൊസീജിയേഴ്സും കുറച്ച് ഡോക്യുമെന്റ്സും ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് ആ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവകാശമുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇഫ് എ കമ്പനി ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് എനി ഓഫ് ദി റിക്വയർമെന്റ്സ് ഓഫ് ദിസ് സെക്ഷൻ ദ കമ്പനി ഷാൽ ബി പണിഷബിൾ വിത്ത് ഫൈൻ വിച്ച് നോട്ട് ലെസ് ദാൻ 5 lakh rupees but which may extend to 25 lakh rupees, and every officer of the company who is in default shall be punishable with a fine which shall not be less than 1 lakh rupees but which may extend to 5 lakh rupees. കമ്പനി ഇതൊന്നും കംപ്ലൈ ചെയ്തിട്ടില്ല, അതായത് ഈ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തില്ല, 7 years കഴിഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനി പണിഷബിൾ ആണ്, വിച്ച് ഇസ് നോട്ട് ലെസ് ദാൻ 5 lakh rupees. 5 lakh rupees മിനിമം ഉണ്ട്, അത് 25 lakh rupees വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ ഏതൊക്കെ ഓഫീസേഴ്സ് ആണോ ഡീഫോൾട്ടിന് വേണ്ടി വന്നിട്ടുള്ളത് അവർക്ക് എല്ലാവർക്കും 1 lakh rupees മിനിമം 1 lakh വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 5 lakh rupees വരെ അവർക്കും വരാം. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്ന ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് സെക്ഷൻ 125. ഇനി ദർ ഷാൽ ബി ക്രെഡിറ്റഡ് ടു ദി ഫണ്ടിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം the amount given by the central government by way of grants after due appropriation made by the parliament by law in this behalf or being utilized for the purpose of the fund. അതായത് സെൻട്രൽ ഗവൺമെന്റ് ഗ്രാൻഡുകളായിട്ട് നമുക്ക് എന്തെങ്കിലും തരുന്ന എമൗണ്ട് എല്ലാം അതിൽ നിന്ന് കുറെ അപ്രോപ്രിയേഷൻസും കാര്യങ്ങളും എല്ലാം പാർലമെന്റ് ബൈ ലോ പറഞ്ഞത് പ്രകാരം എല്ലാ അപ്രോപ്രിയേഷൻസ് എല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ആ ഗ്രാൻഡിന്റെ എമൗണ്ട് എല്ലാം സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഡൊണേഷൻ ഗിവൺ ടു ദി ഫണ്ട് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, കമ്പനീസ് ഓർ എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ദി ഫണ്ട്. ഈ ഫണ്ടിലേക്ക് നമുക്ക് എന്തെങ്കിലും ഡൊണേഷൻസ് സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റ് കമ്പനീസോ ഒക്കെ തരുവാണെങ്കിൽ ആ എമൗണ്ട് നമ്മൾ ഇതിനകത്തോട്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദി എമൗണ്ട് ഇൻ ദി അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് ഓഫ് ദി കമ്പനീസ് ട്രാൻസ്ഫർ ടു ദി ഫണ്ട് അണ്ടർ സബ്സെക്ഷൻ 5 ഓഫ് സെക്ഷൻ 124. സെക്ഷൻ 124 പ്രകാരം നമ്മൾ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലെ എമൗണ്ടുകളെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നതും ഈ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്കാണ് വരുന്നത്. പിന്നെ വരുന്നത് ദ എമൗണ്ട് ലേയിങ് ഇൻ ദി ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അണ്ടർ സെക്ഷൻ 205 സബ്സെക്ഷൻ സി ഓഫ് ദി കമ്പനീസ് ആക്ട് 1956. കമ്പനീസ് ആക്ട് 1956 പ്രകാരം അണ്ടർ സെക്ഷൻ 205C പ്രകാരം, സബ്സെക്ഷൻ അല്ല കേട്ടോ, 205C പ്രകാരം ഉള്ള എമൗണ്ടുകളെല്ലാം ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട്
പിന്നെ ഇൻട്രസ്റ്റ് ആൻഡ് അതർ ഇൻകം റിസീവ്ഡ് ഔട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ഫ്രം ദി ഫണ്ട്. ഈ ഫണ്ടിൽ നിന്ന് നമ്മൾ ഫർദർ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഇൻട്രസ്റ്റും എല്ലാം ഈ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. Then the application money received by companies for allotment of any securities or due for refund. അതായത് കമ്പനി അലോട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ആപ്ലിക്കേഷൻ മണി ഏതെങ്കിലും ഒരു സെക്യൂരിറ്റീസിന് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ 1000 ഷെയർസിന് നമുക്ക് 1200 ഷെയർ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സസ് ആയിട്ടുള്ള 200 ഷെയറിന് നമ്മൾ റിസീവ് ചെയ്ത എമൗണ്ട് നമ്മൾ റീഫണ്ട് ചെയ്യും. അപ്പോൾ ആ റീഫണ്ട് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. Then mature deposit with companies other than banking companies. ബാങ്കിങ് കമ്പനീസ് അല്ലാത്ത മറ്റെല്ലാ കമ്പനീസിൻ്റെ മെച്യൂർ ഡെപ്പോസിറ്റിൻ്റെ എമൗണ്ടും ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ മെച്യൂർ ഡെപ്പോസിറ്റ്സ് വിത്ത് കമ്പനീസിൻ്റെ മെച്യൂർ ഡെപ്പോസിറ്റ്സ് ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ദി എമൗണ്ട് റെഫേർഡ് ഇൻ ടു ദിറ്റ്സ് ക്ലോസസ്. അതായത് ബാലൻസ് എന്തെങ്കിലും ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് അക്രൂഡ് ആയിട്ടുള്ള എമൗണ്ടുകളെല്ലാം. Then sales proceeds of fractional shares arising of issuance of bonus shares, merger and amalgamation for 7 years or more. അതായത് ഏതെങ്കിലും ഫ്രാക്ഷണൽ ഷെയർസ് നമ്മൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന വഴിയോ മെർജർ അക്യൂസിഷനൊക്കെ നടത്തുന്നത് വഴി 7 വർഷം അതിലധികമോ നമ്മൾ വരുന്ന ഫ്രാക്ഷണൽ ഷെയർസ് എന്തെങ്കിലും സെയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെയിൽസ് പ്രൊസീഡ്സ് നമ്മൾ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. Then redemption of amount of preference shares remaining unpaid or unclaimed for 7 years or more. ഡിബെഞ്ചറിൻ്റെ മാത്രമല്ല നമ്മുടെ പ്രിഫറൻസ് ഷെയർസിൻ്റെയും റിഡംഷൻ നടത്തി 7 വർഷം അതിലധികമോ അൺക്ലെയിം ചെയ്യാത്ത, അതായത് അൺപെയ്ഡോ അൺക്ലെയിം ചെയ്യാത്ത എമൗണ്ടുകളെല്ലാം നമ്മൾ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ സച്ച് അതർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്. നമ്മൾ പറയുന്ന സച്ച് അതർ എമൗണ്ട്സ് നമ്മൾ ഇതിനകത്തോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക. അടുത്തത്, ഇനി ഈ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട് എന്തൊക്കെ കാര്യത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുമെന്ന് നോക്കാം. ഫസ്റ്റ്, എഡ്യൂക്കേഷൻ അവയർനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ. ദെൻ the refund in respect of unclaimed dividend, mature deposit, mature debentures, the application money due or refund and interest thereon, promotion of investors. നമ്മൾ അൺക്ലെയിംഡ് ഡിവിഡൻഡ് എമൗണ്ടും മെച്യൂർ ഡെപ്പോസിറ്റിൻ്റെയും മെച്യൂർ ഡിബെഞ്ചേഴ്സിൻ്റെ പിന്നെ ആപ്ലിക്കേഷൻ മണി ഡ്യൂ ഫോർ റീഫണ്ടും അതിൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളെല്ലാം പ്രൊമോഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി യൂസ് ചെയ്യും. ഇൻവെസ്റ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യും. നെക്സ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനി ഡിസ്ഗോറേഡ് എമൗണ്ട് among eligible and identifiable applicant for shares or debentures, shareholders, debenture holders or depositors who have suffered losses due to wrong action by any person in accordance with the orders made by the court which had ordered disgorgement. മറ്റ് ഏതെങ്കിലും ഒരു വ്യക്തികളുടെ ഇടപെടൽ പ്രകാരം നമ്മുടെ കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സിനും ഡിബെഞ്ചർ ഹോൾഡേഴ്സിനും ഡെപ്പോസിറ്റേഴ്സിനൊക്കെ എന്തെങ്കിലും ലോസസ് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോർട്ടിൻ്റെ ഓർഡർ പ്രകാരം അവർക്ക് കൊടുക്കുന്ന എമൗണ്ട് നമ്മൾ ഈ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിൽ നിന്ന് എടുക്കും. ദെൻ റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ലീഗൽ എക്സ്പെൻസിൻ്റെ റീഇംബേഴ്സ്മെൻറ്റ്. ദെൻ എനി അതർ പർപ്പസ് ഇൻസിഡൻഷ്യൽ ദെയർ ടു ഇൻ അക്കോർഡൻസ് വിത്ത് സച്ച് റൂൾസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ആ റൂൾസിൽ പറയുന്ന മറ്റു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യും. ഇനി അതോറിറ്റി ടു അഡ്മിനിസ്റ്റർ ദി ഫണ്ട്. ഈ പറയുന്ന ഫണ്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള അതോറിറ്റീസ് ആർക്കൊക്കെയാണെന്ന് നോക്കാം. The central government shall constitute by notification an authority for administration of the fund consisting of a chairperson and such other members not exceeding 7 and a chief executive officer as the central government may appoint. അതായത് സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ്. ഈ അതോറിറ്റിക്കകത്ത് ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും. പിന്നെ 7 മെമ്പേഴ്സിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. അതിനകത്ത് ഒരാൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ആയിരിക്കും. അതും അപ്പോയിൻറ്റ് ചെയ്യുന്നതെല്ലാം സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. ഓക്കെ, ഇനി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദി ഫണ്ടാണ്. ഫസ്റ്റ് വരുന്നത്, ദി മാനർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ഫണ്ട്, അപ്പോയിൻമെൻറ്റ് ഓഫ് ചെയർപേഴ്സൺസ്, മെമ്പേഴ്സ് ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഹോൾഡിംഗ് ഓഫ് മീറ്റിംഗ് ഓഫ് ദി അതോറിറ്റി ഷാൽ ബി ഇൻ അക്കോർഡൻസ് വിത്ത് സച്ച് റൂൾസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. റൂൾ പ്രകാരം പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചെയർപേഴ്സൺ എങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു, മെമ്പേഴ്സും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിൻ്റെ ഒക്കെ അപ്പോയിൻമെൻറ്റ്, ഈ ഫണ്ട് എങ്ങനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും ഏതൊക്കെ മീറ്റിംഗ് എപ്പോഴൊക്കെ ഹോൾഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം റൂൾസിൽ പറയുന്ന പോലെയാണ് നമ്മൾ നടത്തുക. Then the central government may provide to the authority such officers, employees and other resources in accordance with such rules as may be prescribed. സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇതിന് വേണ്ട ഓഫീസേഴ്സിനെയും മറ്റ് എംപ്ലോയീസിനെയും എല്ലാം അപ്പോയിൻറ്റ് ചെയ്യുന്നത്.
The authority shall administer the fund and maintain separate accounts and other relevant records in relation to the fund in such form as may be prescribed after consultation with the Comptroller and Auditor General of India. അതായത് CAG ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ഫണ്ട് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, സെപ്പറേറ്റ് ബുക്ക് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം, ഏതൊക്കെ അതോറിറ്റിയാണ് ഈ ഫണ്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം CAG ആയിട്ടൊരു കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. Then it shall be competent for the authority constituted under subsection 5 to spend money out of the fund carrying out the object specified subsection 3. ഒരു കോമ്പീറ്റന്റ് അതോറിറ്റി നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ കോമ്പീറ്റന്റ് അതോറിറ്റി ആയിരിക്കും ഈ ഫണ്ട് സ്പെൻഡ് ചെയ്യാനുള്ള റൈറ്റ് മുഴുവൻ അവർക്കായിരിക്കും ഉണ്ടാവുക. സോ ഇത്രയാണ് നമ്മൾ മിസ്ലേനിയസ് ഓഡിറ്റിന്റെ പാർട്ട് 1 ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ പാർട്ട് 2 ഇനി വരുന്ന വീഡിയോസിലുണ്ടാവും. എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. ഓക്കെ.